ഈ ധനബില്ലിൽ ഒരു പുതിയ കാര്യം ഈ ഗവൺമെൻറ് ഉൾപ്പെടുത്തുകയാണ്. ധനകാര്യ വകുപ്പിൻ്റെ ധനബില്ലിൻ്റെ ഭേദഗതിയിൽ 1963 പൊതുവിൽപ്പന നികുതി ആക്ടിലെ 5-ാം വകുപ്പ് 1-ാം ഉപവകുപ്പിൻ്റെ വിശദീകരണത്തിൽ BI ഗണ്ഡത്തിൽ ഹോർട്ടി വൈൻ എന്ന വാക്കുകൾക്കും ചിഹ്നത്തിനും ശേഷം വീര്യം കുറഞ്ഞ മദ്യം എന്ന വാക്കുകളും ചിഹ്നങ്ങളും ചേർക്കേണ്ടതാണ്. കേരളത്തിലെ പൊതു വിൽപ്പന നികുതിയിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന വാക്കില്ലാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ അത് ചേർക്കാം എന്ന ആലോചനയിലേക്ക് ഈ ഗവൺമെൻറ് പോയത്. ഒരു കാര്യം പറയുമ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇതെല്ലാം ചേർത്തു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൊതുവിൽപ്പന നികുതി ആക്ടിലെ ടാക്സ് തീരുമാനിക്കുന്ന ആക്ടിലെ 5-ാം വകുപ്പിൻ്റെ 1-ാം ഉപവകുപ്പിൽ വീര്യം കുറഞ്ഞ മദ്യം എന്ന വാക്കോ അതിൻ്റെ ഭാഗമായിട്ടുള്ള നികുതി നിർദ്ദേശങ്ങളോ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് ധനകാര്യ വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിച്ചിട്ടുള്ള ഈ ധനബില്ലിൽ പറയുകയാണ്. ഇത് പുതിയതായി ഒരു ഇൻട്രഡക്ഷനാണ്. അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ 120-ഉം 171-മായി 175-മായി കുറച്ചുകൊണ്ടുള്ള ഒരു നികുതി നിർദ്ദേശം ധനകാര്യ ബില്ല് മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും സബ്ജക്റ്റ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ പാസ്സാക്കൂ. ധനബില്ല് വിടേണ്ടത് സബ്ജക്റ്റ് കമ്മിറ്റിക്കാണ്. ധനബില്ല് വിടേണ്ടത് UDFൻ്റെ കമ്മിറ്റിക്കല്ല. ധനബില്ല് വിടേണ്ടത് സബ്ജക്റ്റ് കമ്മിറ്റിക്കാണ്. അത് നിയമസഭയുടെ അവകാശമാണ്. ഇവിടെ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ ബില്ല് അവതരിപ്പിക്കുന്ന നേരത്ത് മറ്റാരുമായി ചർച്ച ചെയ്യാൻ പറ്റിയില്ല, ബഡ്ജറ്റ് രഹസ്യമാണ് എന്നാണ് പറഞ്ഞതെങ്കിൽ അതിനുശേഷം ഇത്രയും ദിവസം കിട്ടിയിട്ടും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് തീരുമാനമെടുക്കാൻ ഒരു പ്രയാസവുമില്ല. പാണക്കാട് ബഹുമാന്യനായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങൾ തന്നെ അദ്ദേഹം ഓപ്പറേഷൻ തൂഫാന് പിന്തുണ കൊടുത്ത് നൽകിയിട്ടുള്ള ലേഖനത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലഹരിയെ നാടുകടത്താനുള്ള ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെ നാടും നഗരവും ഏറ്റെടുക്കുമ്പോൾ തന്നെ ബഡ്ജറ്റിലെ നികുതി ഇളവുകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആശങ്കകൾ ദൂരീകരിക്കാനും കഴിയേണ്ടതുണ്ട്. പാണക്കാട് തങ്ങളുടെ അഭിപ്രായം ഇതാണ്, BM സുധീരൻ്റെ അഭിപ്രായം ഇതാണ്, മതപ്രസ്ഥാനങ്ങളുടെയും നേതാക്കളുടെയും അഭിപ്രായം ഇതാണ്, KC വേണുഗോപാൽ എന്ന AICCയുടെ ജനറൽ സെക്രട്ടറി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ കൂടിയാലോചനകളില്ലാതെ ഇത്തരമൊരു നികുതി നിർദ്ദേശം കൊണ്ടുവന്ന് പിന്നീട് UDF തീരുമാനിക്കും എന്ന് പറയുന്നത് നിയമസഭയോടുള്ള അവഹേളനമാണ്. നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ഒരു ബില്ല് പാസ്സാക്കാനുള്ള ഉത്തരവാദിത്വം സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം നിയമസഭയ്ക്കാണെന്നിരിക്കെ അത് ടീം UDFന് വിടുന്നു എന്ന വിധത്തിലുള്ള പ്രസ്താവന ഇതിനോട് ഏറ്റവും മോശമായ അപമാനമാണ്. എന്ന് മാത്രമല്ല, ഈ നികുതി നിർദ്ദേശങ്ങൾ ഈ ബില്ലിലോട് കൂടിയാണ് പൊതുവിൽപ്പന നികുതിയുടെ ഭാഗമായി വരുന്നത് എന്നുകൂടി ഇപ്പോൾ ബോധ്യപ്പെടുകയാണ്.